we have to find the integral surface of a partial differential equation passing through a given curve. തന്നിരിക്കുന്ന ഒരു കർവ് ഉണ്ടായിരിക്കും, കർവിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കും, ആ കർവിൽ കൂടി പാസ് ചെയ്യുന്ന ഇന്റഗ്രൽ സർഫസിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇന്റഗ്രൽ സർഫസ് എങ്ങനെ കിട്ടുന്നത് നമുക്കറിയാം. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടു സർഫസസിന്റെ ഇക്വേഷൻ ആയിട്ടാണ് വരുന്നത്. u ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C1 എന്ന സർഫസും v ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C2 എന്ന സർഫസും. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ ഇന്റഗ്രൽ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ശരിക്കും തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ സൊല്യൂഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്റഗ്രൽ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് സൊല്യൂഷൻ ആയിട്ട് വരുന്ന സർഫസ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ആയിട്ട് വരുന്ന സർഫസിനെയാണ് നമ്മൾ ഇന്റഗ്രൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സർഫസസിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റഗ്രൽ കർവ്സ് കിട്ടുന്നത്. അപ്പോൾ ആ സർഫസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് ആസ് യൂഷ്വൽ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്, മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്, മെത്തേഡ് ഓഫ് കമ്പോണന്റോ ഡിവിഡന്റോ, ഇതെല്ലാം ഏതെങ്കിലും അപ്ലൈ ചെയ്ത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. വി ഗെറ്റ് ടു സർഫസസ് u ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C1 ആൻഡ് v ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C2. ഇങ്ങനെ രണ്ട് സർഫസസ് കിട്ടുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ സർഫസ് ഒരു കർവിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനാണ്. ഇപ്പോൾ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനെ നമ്മളൊരു പാരാമീറ്ററിലോട്ട് മാറ്റുക, ടിയിലോട്ട്. സപ്പോസ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി ആൻഡ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി വിത്ത് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദ ഗിവൺ കർവ്. തന്നിരിക്കുന്ന കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കർവിന്റെ ഇക്വേഷൻ തന്നിരിക്കും, അതിലൊരു വേരിയബിളിന് ടി എന്ന് കൊടുക്കുക, മറ്റ് രണ്ട് വേരിയബിൾസും ടിയുടെ ഫോമിലേക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, തന്നിരിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് ഒരു വേരിയബിളിന് ടി, മറ്റേ വേരിയബിൾസ് എങ്ങനെയാണോ വരുന്നത് അത് ആ ഇക്വേഷനിൽ ഡിറൈവ് ചെയ്തെടുത്ത് നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻസ് എങ്കിൽ ഈ രണ്ട് സർഫസസും ഈ കർവിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിന് പകരം എക്സ് ഓഫ് ടി, വൈക്ക് പകരം വൈ ഓഫ് ടി, ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി കൊടുത്താൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ വിയും ഈ കർവിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഇനി എക്സും വൈയും ഇസഡും ഇല്ല, ഈ രണ്ട് ഇക്വേഷനിൽ ടി മാത്രമേ ഉള്ളൂ. കാരണം എക്സിനെ നമ്മൾ ടിയിലോട്ട് മാറ്റി, വൈനെ ടിയിലോട്ട് മാറ്റി, ഇസഡിനെ ടിയിലോട്ട് മാറ്റി. സോ u ഓഫ് ടി ഈക്വൽ ടു C1 ആൻഡ് v ഓഫ് ടി ഈക്വൽ ടു C2 എന്ന് പറയുന്ന രണ്ട് റിലേഷൻസിലേക്ക്, ഏതോ രണ്ട് റിലേഷൻസിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും ടിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ രണ്ട് ഇക്വേഷനിൽ നിന്ന് ടി പോയാൽ പിന്നെ എന്ത് വരും? അവിടെ C1 C2 എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രമായിട്ട് അത് ചുരുങ്ങും. ഓക്കെ, ആ റിലേഷൻ C1 ഉം C2 തമ്മിൽ എന്ത് റിലേഷൻ ആണോ അതിനെ നമ്മൾ f ഓഫ് C1 C2 ഈക്വൽ ടു 0 എന്ന് വിളിച്ചു. ദാറ്റ് റിലേഷൻ നമ്മൾ ഫെമിലിയർ ആണ്. f ഓഫ് u, v ഈക്വൽ ടു 0 ആണ്. u എന്ന് പറയുന്നത് C1 ആണ്, v എന്ന് പറയുന്നത് C2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ആ റിലേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആ സർഫസിന്റെ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ f ഓഫ് C1 C2 ഈക്വൽ ടു 0 ഇത് എന്തെങ്കിലും ഒരു റിലേഷൻ ആയിരിക്കും. സപ്പോസ് C1 പ്ലസ് 2 C2 ഈക്വൽ ടു 0, അല്ലെങ്കിൽ C1 മൈനസ് 2C2 സ്ക്വയർ ഈക്വൽ ടു 0, ഇങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ ആയിരിക്കും കിട്ടുക. ആ റിലേഷനിലോട്ട് C1ന്റെ വാല്യൂ u ആണെന്നും C2ന്റെ വാല്യൂ v ആണെന്നും, അതായത് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈസിലും v ഫംഗ്ഷൻ ഓഫ് എക്സ് വൈസിലും ആണെങ്കിൽ ഇത് രണ്ടും കൂടി C1 C2 u കൊണ്ടും v കൊണ്ടും റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈസിലുള്ള റിലേഷൻ കിട്ടും. അതൊരു സർഫസ് ആണ്. ആ സർഫസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ സർഫസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് solve the given partial differential equation and find the two integral surfaces u of x y z equal to C1 and v of x y z equal to C2. Second step, find the parametric equations of the given curve x equal to x of t, y equal to y of t and z equal to z of t. Third step, substitute the values of x, y, z in the given two relations as surfaces in the relations like into and eliminate the parameter t. Obtain a relation between C1 and C2. Let it be f of C1 C2 equal to 0. ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് C1 ഈസ് u ഓഫ് എക്സ് വൈ സെഡ് ആണ്, C2 ഈസ് v ഓഫ് എക്സ് വൈ സെഡ് ആണ്. അത് എക്സും വൈയിലും ഇസഡിലുള്ള റിലേഷൻസ് ആണ് C1 ഉം C2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഈ റിലേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ റിലേഷൻ ഓഫ് ദ ഫോം. അവിടെ g ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടും. ഏതോ റിലേഷൻ കിട്ടും. അതാണ് നമ്മുടെ റിക്വയർഡ് സർഫസ്. ഓക്കെ, ദ ഇന്റഗ്രൽ സർഫസ് പാസിംഗ് ത്രൂ ദ ഗിവൺ കർവ് ഈസ് g ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആവും. പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ ഇന്റഗ്രൽ സർഫസ് ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ഇൻറ്റു പി, എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ഇൻറ്റു പി മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് ഇൻറ്റു ക്യൂ ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഫൈൻഡ് ദ ഇന്റഗ്രൽ സർഫസ് ഓഫ് ദിസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാസിംഗ് which contains the straight line
എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 0 ആൻഡ് ഇസഡ് ഈക്വൾ ടു 1. അത് ഈ സ്ട്രേറ്റ് ലൈൻ കൂടി പാസ് ചെയ്യുന്നുണ്ട്. സ്ട്രേറ്റ് ലൈൻ ആയത് എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 0 എന്ന് പറയുന്ന ഒരു പ്ലെയിനും ഇസഡ് ഈക്വൾ ടു 1 എന്ന് പറയുന്ന പ്ലെയിനും, രണ്ട് പ്ലെയിൻസ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് ഈ കാണുന്നത്. അത് എപ്പോഴും ഒരു ലൈൻ ആയിരിക്കും. ടു പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും. ഇപ്പോൾ എക്സ് വൈ പ്ലസ് വൈ ഈക്വൾ ടു 0 കോമ ഇസഡ് ഈക്വൾ ടു 1 എന്ന് പറയുമ്പോൾ രണ്ട് പ്ലെയിൻസിന്റെ ഇക്വേഷൻസ് 1 by 1 ആയിട്ട് എഴുതിയതാണ്. അതിന്റെ ഇന്റർസെക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിന്റെ ഇന്റഗ്രൽ സർഫസ് പാസിംഗ് ത്രൂ ദാറ്റ് ലൈൻ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആണ്. പി ഇൻറ്റു പി പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ ഈക്വൾ ടു ആർ എന്ന് പറയുന്ന ലഗ്രാഞ്ചസ് ഇക്വേഷൻ. അതിൻ്റെ എന്താണ് ഓക്സിലറി ഇക്വേഷൻസ് പറയുന്നത് ഇതാണ്. എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ പി ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ഈക്വൾ ടു ഡി വൈ ബൈ ക്യൂ ദാറ്റ് ഈസ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് ഈക്വൾ ടു ഡി ഇസഡ് ഡിവൈഡ് ബൈ z into x square minus y. This is the auxiliary equations. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇത് നമ്മൾ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ആണ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇതിൽ എന്താണ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. അതാണ് എളുപ്പം. 1/x 1/y 1/z എന്ന് പറയുന്ന മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. 1/x 1/y 1/z ഉണ്ട്. P1 equal to 1. This is Q1, this is R1. ഓക്കെ, ഇപ്പോൾ P1 പ്ലസ് Q1 പ്ലസ് R1 0 ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/x dx പ്ലസ് ഇൻ്റഗ്രൽ 1/y dy പ്ലസ് ഇൻ്റഗ്രൽ 1/z dz ഈക്വൽ ടു 0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log x പ്ലസ് log y പ്ലസ് log z ദാറ്റ് ഈസ് log x y z കോൺസ്റ്റന്റ് log c1 എന്ന് എടുത്തു. log x y z ഈക്വൽ ടു log c1 ആണ്. അല്ലെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ അത് x y z ഈക്വൽ ടു c1 കിട്ടും. This is the first relation u of x y z equal to c1. ഓക്കെ, ഇനി അതിന് വേറൊരു സെറ്റ് ഓഫ് മൾട്ടിപ്ലയേഴ്സും ഉണ്ട്. അത് എക്സ് വൈ ഇസഡ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് എക്സ് വൈ -1 ആണ്. അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. കാരണം അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന് വേറൊരു സെറ്റ് ഓഫ് മൾട്ടിപ്ലയേഴ്സും കൂടി ഉണ്ട്. എക്സ് വൈ -1. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൊല്യൂഷൻ കാണുന്നത് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് plus y dy minus dz equal to 0 or x square by 2 plus y square by 2 minus z equal to a constant c2 dash or x square plus y square minus 2z equal to c2. x square plus y square minus 2z equal to c2. ഇതാണ് v എന്ന് പറയുന്ന റിലേഷൻ. v of x y z equal to c2. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടി. First solution is x y z equal to c1. Second solution is x square plus y square minus 2z equal to c2 ആണ്. Okay. Equation 1. This is equation 2. ഇനി നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിൽ നമ്മൾ ടി എന്ന് കൊടുത്തു, അടുത്ത വേരിയബിളിൽ നമ്മൾ ഈ ഇക്വേഷൻ റിലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ കർവ്. അതിൻ്റെ പാരാമീറ്റർ ഇക്വേഷൻ സപ്പോസ് വി ആർ പുട്ടിങ് എക്സ് ഈക്വൾ ടു ടി. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 0യിൽ നിന്ന് നമുക്ക് വൈ ഈക്വൾ ടു -x കിട്ടും. ദാറ്റ് ഈസ് വൈ ഈക്വൾ ടു -x എന്ന് വെച്ചാൽ വൈ ഈക്വൾ ടു -2. പക്ഷേ ഇസഡിൻ്റെ വാല്യൂ അവിടെ ഫിക്സഡ് ആണ്, അത് മാറുകയില്ല. ഇസഡ് ഈക്വൾ ടു 1. ദിസ് ഈസ് ദ പാരാമീറ്റർ ഇക്വേഷൻസ് ഓഫ് ദ ഗിവൺ കർവ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. എക്സിനോ വൈക്കോ ഏതിന് ടി കൊടുക്കുക, തന്നിരിക്കുന്ന ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അടുത്ത വാല്യൂ ടിയിൽ കണ്ടുപിടിക്കുക. അടുത്ത രണ്ട് വാല്യൂസ് ടിയിൽ കണ്ടുപിടിക്കുക. ഒന്ന് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ പാരാമീറ്റർ ഇക്വേഷൻസ് ഓഫ് ദ കർവ് കിട്ടി. എക്സ് ഈക്വൾ ടു ടി, വൈ ഈക്വൾ ടു -2, ഇസഡ് ഈക്വൾ ടു 1. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻസ് 1 and 2. ഫസ്റ്റ് വണ്ണിൽ കൊടുക്കുക എക്സ് വൈ ഇസഡ്. എക്സ് ഈക്വൾ ടു ടി, വൈ ഈക്വൾ ടു -2, ഇസഡ് ഈക്വൾ ടു 1. സോ വി ഗെറ്റ് -t² ഈക്വൾ ടു 1. സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -2z. ദാറ്റ് ഈസ് t² പ്ലസ് t², 2t² -2, 2t² -2 ഈക്വൾ ടു c2. ഇതാണ് അവിടെ നിന്ന് രണ്ട് കിട്ടുന്ന ഇക്വേഷൻസ്. ഓക്കെ, ദിസ് ഈസ് 2 ഇൻറ്റു t² -1 ഈക്വൾ ടു c2. ഈ രണ്ട് ഇക്വേഷൻസും കൂടി അതൊന്ന് ടീനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ t² ഈക്വൾ ടു -c1 എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമല്ലോ. t² ഈക്വൾ ടു -1 അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് 2 ഇൻറ്റു -c1 -1 ഈക്വൾ ടു c2 ഓർ -2 ഇൻറ്റു c1 + 1 ഈക്വൾ ടു c2. ഇതാണ് c1 c2 തമ്മിലുള്ള റിലേഷൻ. -2c1 -2 ഈക്വൾ ടു c2. ഓക്കെ, അപ്പോൾ c1 c2 തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഈ റിലേഷനിലോട്ട് നമ്മൾ c1ൻ്റെയും c2ൻ്റെയും വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ,
Substituting the values of C1 and C2, we get is minus 2 into C1 is xyz plus 1 equal to C2 is x square plus y square minus 2z. Okay, this is the equation of the given surface. Okay, x square plus y square minus 2z plus 2xyz plus 2 equal to 0 is the required surface, the integral surface passing through the given curve. പ്രോബ്ലം ക്ലിയർ ആണല്ലോ? എല്ലാ പ്രോബ്ലവും എക്സാക്ട്ലി സെയിം ആണ്. നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻസ് എടുക്കുമ്പോൾ മാത്രം ഒരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ചില കേസിൽ പാരാമെട്രിക് ഇക്വേഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും, നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരികയില്ല. അങ്ങനത്തെ ഒരു ഇക്വേഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് പാരാമെട്രിക് ഇക്വേഷൻസ് വരുന്ന ഒന്ന് നോക്കാം. ഓക്കെ, ഫൈൻഡ് the integral surface of the equation x minus y into p plus y minus x minus z into q equal to z. Find the integral surface of the partial differential equation x minus y into p plus y minus x minus z into q equal to z passing through the circled equation z equal to 1 comma x square plus y square equal to 1. ഓക്കെ, ഇപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസഡ് ഈക്വൾ ടു 1 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 1 റെപ്രസെൻറ്റ്സ് എ സ്ഫിയർ. ഒരു സ്ഫിയറും ഒരു പ്ലെയിനും കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സർക്കിളാണ്. ഓക്കെ, അതാണ് രണ്ട് ഇക്വേഷൻസ് ഓഫ് എ സർഫസ് ഒന്നിച്ച് എഴുതുമ്പോൾ അതൊരു കർവാണ്. ഇസഡ് ഈക്വൾ ടു 1 പ്ലെയിൻ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 1 എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. 3 ഡയമെൻഷനിലാണ്, 2 ഡയമെൻഷനിൽ സർക്കിളാണ്. ആ സർക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 3 ഡയമെൻഷനിലെ സ്ഫിയർ ആണ് കാണുന്നത്. അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. സർക്കിളിൻ്റെ ഇക്വേഷൻ ഇത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആണ്. ആദ്യം ഇതിനെ സോൾവ് ചെയ്യുന്നു. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻസ് ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് മൈനസ് ഇസഡ് ഈക്വൽ ടു ഡി ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ്. ഇതാണ്. ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഗ്രൂപ്പിങ്ങോ അല്ലെങ്കിൽ മൾട്ടിപ്ലയേഴ്സോ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എക്സ് മൈനസ് എക്സ് പോയി, വൈയും മൈനസ് വൈ പോയി, ഇസഡ് മൈനസ് ഇസഡ്. അപ്പോൾ ഇതിന് 1 എന്ന് പറയുന്ന എന്താണ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. ബിക്കോസ് 1 ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് എക്സ് മൈനസ് ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് ഈക്വൽ ടു 0. ഇപ്പോൾ 1 1 1 എന്ന് പറയുന്ന മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡി എക്സ് പ്ലസ് ഡി വൈ പ്ലസ് ഡി ഇസഡിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ മതി. 1 ഇൻറ്റു ഡി എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി വൈ പ്ലസ് 1 ഇൻറ്റു ഡി ഇസഡ്. സോ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കിട്ടും. ഫസ്റ്റ് റിലേഷനാണ് x plus y plus z equal to 1. This is the first solution. Okay. Similarly, വേറെ സെറ്റ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിങ്ങോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ എക്സ് പ്ലസ് ഇസഡിനെ ഓക്കെ ഇവിടെ നിന്ന് ഇത് നമുക്ക് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് ഇസഡ് എന്ന് കിട്ടും. ആ എക്സ് പ്ലസ് ഇസഡിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നിന്ന് എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു C1 ആണ്. C1 മൈനസ് വൈ കിട്ടും. ഓക്കെ, അതിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യാം. വൈ മൈനസ് എക്സ് പ്ലസ് ഇസഡ്, എക്സ് പ്ലസ് ഇസഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 മൈനസ് വൈ. അപ്പോൾ ഇത് കിട്ടുന്നത് വൈ പ്ലസ് 1 മൈനസ് വൈ ആണ്, അല്ലെങ്കിൽ 2y മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഡി വൈ ഡിവൈഡ് ബൈ 2y മൈനസ് 1. ഇപ്പോൾ 2y മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് 2dy ആണ്. ഇപ്പോൾ രണ്ട് സൈഡിൽ നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് 2 ഇൻറ്റു ലോഗ് 2y മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് z. 2y മൈനസ് C1 ആണ്, C1 ഈക്വൽ ടു 2 ലോഗ് z. സോറി, ഈ 2 ഡെറിവേറ്റീവ് 2 ലോഗ് അതായത് ലോഗ് 2y മൈനസ് C1 ഈക്വൽ ടു 2 ലോഗ് z. അത് ലോഗ് 2y മൈനസ് 1 ഡിവൈഡ് ബൈ 2 ലോഗ് z. ലോഗ് z സ്കോർ എടുത്തു, കോൺസ്റ്റന്റിനെ നമ്മൾ ലോഗ് C2 എന്ന് വിളിച്ചു. സോ ദിസ് ഈസ് ലോഗ് 2y മൈനസ് 1 ഡിവൈഡ് ബൈ z സ്കോർ ഈക്വൽ ടു C2. 2y മൈനസ് 1 ഡിവൈഡ് ബൈ z സ്കോർ ഈക്വൽ ടു C2 ആയിട്ട് കിട്ടി. ഇതാണ് സെക്കൻഡ് റിലേഷൻ.
അപ്പോൾ C1 അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. C1ന്റെ വാല്യൂ എന്ന് പറയുന്നത് x + y + z ആയിരുന്നു അല്ലേ. ഇപ്പോൾ C1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് ഈസ് 2y മൈനസ് C1 ഈസ് x + y + z, x - y / z ² ഈക്വൽ ടു C2. ഇപ്പോൾ 2y മൈനസ് y എന്നുള്ള y ആയി, y മൈനസ് x മൈനസ് z ഡിവൈഡ് ബൈ z² ഈക്വൽ ടു C2. ഇതാണ് സെക്കൻഡ് റിലേഷൻ. y മൈനസ് x മൈനസ് z ഡിവൈഡ് ബൈ z² ഈക്വൽ ടു C2. രണ്ട് റിലേഷൻ C2. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ y മൈനസ് x മൈനസ് z ഡിവൈഡ് ബൈ z² ഈക്വൽ ടു C2 ടെക്സ്റ്റിൽ ഇവിടെ z ആണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തേക്കുക. പ്രോബ്ലത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെയാണോ പറ്റിയത് അവിടെയാണോ മനസ്സിലാവില്ല. ടെക്സ്റ്റിൽ എഴുതിയേക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തു വന്നതിനകത്ത് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. അപ്പോൾ അവിടെ z² തന്നെയാണ്. ഓക്കെ, ടെക്സ്റ്റിൽ ഞാൻ z ഇട്ടാ ചെയ്തിരിക്കുന്നത്. നോട്ട്ബുക്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കുക. ഇപ്പോൾ രണ്ട് റിലേഷൻസ് കിട്ടി. ഇനി നമ്മളിതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എഴുതുക. x² + y² ഈക്വൽ ടു 1. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പോൾ x ഈക്വൽ ടു cos t, y ഈക്വൽ ടു sin t എന്ന് കൊടുത്താൽ ഇത് x sin² t + cos² t ഈക്വൽ ടു 1 ആണ് എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിന് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ x ഈക്വൽ ടു t കൊടുത്താൽ y എന്ന് പറയും y² ഈക്വൽ ടു 1 - x² ആണ്. ദാറ്റ് ഈസ് 1 - t² ആണ്. √1 - t² ആൻഡ് z ഈക്വൽ ടു 1 എന്ന് എടുത്ത് പാരാമെട്രിക് ഇക്വേഷൻസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ x² + y² ഈക്വൽ ടു 1 ആയതുകൊണ്ട് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് സപ്പോസ് x ഈക്വൽ ടു cos θ ആണെങ്കിൽ y ഈക്വൽ ടു sin θ എന്ന് നമുക്ക് സിംപ്ലി എടുക്കാം. കാരണം x² + y² എന്ന് പറയുന്നത് cos² θ + sin² θ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. ഓക്കെ, സപ്പോസ് x ഈക്വൽ ടു cos θ, y ഈക്വൽ ടു sin θ ആൻഡ് z ഈക്വൽ ടു 1. ഇപ്പോൾ ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് cos θ + sin θ + 1 ഈക്വൽ ടു 0. സെക്കൻഡ് ഈസ് sin θ മൈനസ് cos θ മൈനസ് 1 ഡിവൈഡ് ബൈ z² എന്ന് പറയുന്നത് 1 ആണ് ഈക്വൽ ടു C2. ഇപ്പോൾ ഈ രണ്ട് റിലേഷൻസ് ആണ് കിട്ടിയത്. cos θ + sin θ + 1 ഈക്വൽ ടു C1 ആൻഡ് sin θ മൈനസ് cos θ മൈനസ് 1 ഈക്വൽ ടു C2. ഇത് രണ്ടും കൂടി അങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് രണ്ടും ഇപ്പോൾ cos θ + sin θ ഈസ് C1 മൈനസ് 1, ഇത് sin θ + cos θ തിരിച്ചെഴുതിട്ടോ. sin θ + cos θ ഈക്വൽ ടു C1 മൈനസ് 1, sin θ മൈനസ് cos θ ഈക്വൽ ടു C2 + 1. രണ്ടിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് തീറ്റനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. സ്ക്വയറിങ് ആൻഡ് ആഡിങ് ദീസ് ടു ഇക്വേഷൻസ്. ഇപ്പോൾ രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഇത് sin² θ + cos² θ എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന ഒരു ടൈം വരും, പ്ലസ് 2 sin θ cos θ വരും. ഇതും അതുപോലെ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ പോകുന്നത് സ്കോർ ചെയ്യാം. sin² θ + cos² θ + 2 sin θ cos θ പ്ലസ് ഇത് sin² θ + cos² θ മൈനസ് 2 sin θ cos θ. ഇതാണ് LHSകൾ ആഡ് ചെയ്യും, സ്കോർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ. RHS ചെയ്യുമ്പോൾ C1 - 1 2 പ്ലസ് C2 + 1 2 കിട്ടും. ഓക്കെ, sin² θ + cos² θ 1 ആണ്. ഇവിടെയും sin² θ + cos² θ 1 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. സോ 1 + 1 ഈക്വൽ ടു 2 ഈക്വൽ ടു C1 - 1 2 പ്ലസ് C2 + 1 2. ഇതാണ് C1 C2 തമ്മിലുള്ള റിലേഷൻ. അവിടെ C1നെയും C2നെയും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക, ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ റിലേഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന സർഫസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C1 അത് x + y + z ആണ് -1 2 പ്ലസ് C2 എന്ന് പറയുന്നത് y - x - z z² plus 1 the whole square equal to 2. This is the equation of the given surface or required surface. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടേ. ഓക്കെ, ബാക്കി പ്രോബ്ലംസും എല്ലാം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ഇത് ഉറപ്പായിട്ടും നമ്മൾ എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇന്റഗ്രൽ സർഫസ് പാസിംഗ് ത്രൂ എ ഗിവൺ സർഫസ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് എല്ലാം സിമിലർ ആയതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ടും
അത് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, നിങ്ങൾ ആ പ്രോബ്ലത്തിലൂടെ എന്താണ് കടന്നു പോകുക. ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അത് നമ്മളെ മൊഡ്യൂൾ തീരുകയാണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ഇന്റഗ്രൽ കർവ്സ് ഓഫ് ദ സിസ്റ്റം, സോൾവ് ദ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ ഇന്റഗ്രൽ കർവ്സ് പാസിംഗ് ത്രൂ ദ ഗിവൺ സർഫസ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, കൂടുതൽ അഡീഷണൽ പ്രോബ്ലംസ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. ചെറിയ മൊഡ്യൂളാണ്, പ്രോബ്ലംസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സിമ്പിളാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായ ബാക്കിയെല്ലാം ചെയ്യാൻ സിമ്പിളാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള ഓരോ മെത്തേഡ് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേനും നമുക്ക് സമയം പോകും. പക്ഷേ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഈ 3 മെത്തേഡ്സ് എളുപ്പത്തിൽ കിട്ടുന്ന മെത്തേഡ്സുകളാണ്. എല്ലാം തന്നെ അറിയാവുന്ന സൊല്യൂഷൻസുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മൊഡ്യൂൾ നാളെ കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾ അതിൻ്റെ ഇതുവരെയുള്ള എല്ലാ നോട്ടും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക 4th മൊഡ്യൂളിൽ. ഓക്കെ, ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക.